ഹേ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെന്ന് അറിയാം, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇത് ഡിസംബറിൽ എൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ടൈമാണ്. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഭയങ്കര ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് മാറിപ്പോയി. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇന്ന് രാത്രി ചിലപ്പം സ്നോ പെയ്യാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. പക്ഷേ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ മഴ പെയ്യണമൊക്കെ പോലത്തെ ഒരു കാലാവസ്ഥ. അപ്പോൾ ഇവിടെ എന്തായാലും മഴയ്ക്ക് പകരം സ്നോ ആയിരിക്കും. അപ്പോൾ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഫുൾ സ്നോ. നമ്മളൊന്നും നോക്കിയില്ല, വേഗം ഡ്രസ്സിട്ട് ജാക്കറ്റും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാരണം ഫസ്റ്റത്തെ സ്നോഫോൾ മീൻസ് ഈ കൊല്ലത്തെ ഫസ്റ്റത്തെ സ്നോഫോളാണ്. അപ്പോൾ ഇയർലി നമുക്ക് ഫസ്റ്റ് വരുന്ന സ്നോഫോൾ എപ്പോഴും സ്പെഷ്യലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ട പോലെയാണ് എക്സൈറ്റ്മെൻറ്റിൽ പുറത്തോട്ടേക്ക് വന്നത്. നാളെ എക്സാം ആണെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും മറന്നുപോയി. സ്നോഫോൾ കണ്ടതും എല്ലാവരും ചാടി പുറത്തേക്ക്. പിന്നെ ബുഹാരയിലും താഷ്കന്തിലും ഇന്നലെ മിനിഞ്ഞാന്ന് നല്ല സ്നോഫോൾ ഇല്ലേനു. അന്നേരം ഇവിടെ മരുഭൂമി പോലെ ഒരു മഴത്തുള്ളി പോലും ഇല്ലേനു. പിന്നെ പെട്ടെന്ന് സ്നോഫോൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും, എന്താ പറയുക, ലൈക്ക് ഇപ്പോഴാണ് കറക്റ്റ് ഒരു വിൻ്റർ അല്ലെങ്കിൽ ന്യൂ ഇയർ ഫീൽ വരുന്നത്. ഞാനാണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, എനിക്ക് പഠിക്കാൻ പറ്റില്ല. അതായത് ഇങ്ങനെ ടൈം പോകുന്നതോറും സ്നോ അങ്ങനെ കൂടി വരുമ്പോൾ അതിങ്ങനെ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഇനി നോക്കിയിരിക്കലേ ഉണ്ടാവുള്ളൂ, നാളത്തെ എക്സാമിന് പൊട്ടെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഡേ നമ്മൾ കോളേജിൽ വന്നപ്പം രാവിലത്തെ എക്സാം ഉച്ചക്കത്തേക്ക് മാറ്റി. എന്തായാലും എക്സാം കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ പുറത്തേക്ക് പോയി. സെൻട്രലിൽ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ്. പുറത്ത് നല്ല അടിപൊളിയായിട്ട് കുറേ കുഞ്ഞു ഷോപ്പ് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഇങ്ങനെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഡിസംബർ പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മന്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഒരു ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ഗുഡ് ഫീലുണ്ട്. പിന്നെ നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വലുതെന്നല്ല, ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ്. ഞാൻ ഫോണിൽ വെർട്ടിക്കലായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പം ലില്ലി ഇപ്പോൾ 3 months ആയതുകൊണ്ട് തന്നെ കുരുത്തക്കേട് കുറച്ചധികം കൂടിയിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് സ്നോഫോളാണ്. അതും ഭയങ്കര ഹെവി സ്നോഫോൾ. ലാസ്റ്റ് നൈറ്റ് ഇത്രക്കില്ലേനും. അപ്പോൾ അതിങ്ങനെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം. അങ്ങനെ കുറച്ച് അധികം സമയം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10 o'clock ആയപ്പോൾ തന്നെ ആ സ്നോഫോളും പോയി, സ്നോവും പോയി, സൂര്യൻ എന്നെല്ലാം ഉരുകിപ്പോയി. നമുക്ക് ഒരു എക്സാമും കൂടി ഉണ്ടായിരുന്നു, അത് ഇന്നായിരുന്നു. അപ്പോൾ ഈ സ്നോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. കാരണം തണുപ്പത്ത് ഇങ്ങനെ കോളേജിൽ പോകണ അത്ര രസമുള്ള പരിപാടിയില്ല. എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു സെലിബ്രേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം നമ്മൾ പിന്നെ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ടേക്ക് എത്തി. അപ്പോൾ കണ്ണു നാട്ടിലോട്ടേക്ക് പോവുകയാണ്. കണ്ണൂർ കസിൻ്റെ കല്യാണമുണ്ട്, അതുകൊണ്ട് നാട്ടിലോട്ടേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ. നമ്മൾ എയർപോർട്ടിലെത്തി, എല്ലാവരോടും ബായ് പറഞ്ഞ് അങ്ങനെ കണ്ണൂരിന് നേരെ എയർപോർട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം നമ്മൾ പോയത് സെൻട്രൽ ഫെസ്റ്റിവലാണ്. അപ്പോൾ നമ്മൾ വെറുതെ പോയതാണ്. അപ്പോൾ അവിടെ ഉണ്ട് ഞാൻ കൊക്കക്കോളൻ്റെ വലിയ വണ്ടിയൊക്കെ വന്നിട്ട് അതിൽ സാന്റാക്ലോസും ഇങ്ങനെ. ഇത് ഫസ്റ്റ്
അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ടേക്ക് തിരിച്ചപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് കിച്ചണിലോട്ടേക്ക് സൂം ചെയ്തപ്പോൾ അവിടെ പാത്തുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ഞാൻ 3 to 4 ഡേയ്സിനുള്ളിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.